അന്ധതയുടെ കൂരിരുട്ടിൽ നിന്ന് ആത്മീയതയുടെ നിറവെളിച്ചത്തിലേക്ക് മുസ്ലിം ജനസമൂഹത്തെ ക്ഷണിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് പകലന്തിയോളം പ്രയത്നിക്കുന്ന വിശ്വപ്രശസ്ത ഖുർആൻ പണ്ഡിതൻ ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമിക്കെതിരെ മുസ്ലിങ്ങൾ ചിന്തിക്കാൻ പോലും മടിക്കുന്ന വഞ്ചനകളുടെയും തിന്മകളുടെയും ചെയ്തിയുടെ കൂടാരവുമായ കാന്തപുരം ഗ്രൂപ്പ് രംഗത്ത് വരികയും വസ്തുതാ വിരുദ്ധ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യാജ സീഡികൾ പുറത്തിറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചില വസ്തുതകൾ പച്ചയായി തുറന്നു പറയാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു. ഈ CD കാരന്തൂരികളുടെ പൊയ്മുഖങ്ങൾ തുറന്നു കാട്ടുന്ന പരമ്പരയുടെ ആദ്യ ഭാഗം മാത്രം. ഇത് ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടം. സംവാദ ഖണ്ഡന സ്റ്റേജുകളേക്കാൾ അഹ്ലുസുന്നയുടെ പ്രചാരണ പ്രവർത്തനത്തിന് അനുയോജ്യമായ മാർഗം ഖുർആൻ പഠനം ജനകീയമാക്കലാണെന്ന തിരിച്ചറിവിലൂടെ ഖുർആൻ പഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീത പണ്ഡിതൻ. കേരളത്തിനകത്തും പുറത്തുമായി ഖാസിമി ഉസ്താദ് നടത്തുന്ന പഠന ക്ലാസുകൾ ശ്രദ്ധേയമാണ്. പ്രായഭേദമന്യേ നിരവധി ജനങ്ങൾ ഉസ്താദിന്റെ ക്ലാസുകൾക്ക് ചെവിയോർക്കാൻ കൂലം കുത്തി ഒഴുകിയെത്തുന്നു. വിവിധ മതസ്ഥരും ജാതിക്കാരും ഉസ്താദിന്റെ നിത്യ പഠിതാക്കളാണ്. സമൂഹത്തിൽ വൻ പരിവർത്തനം സൃഷ്ടിച്ച ക്ലാസ് മുഖേന ഇതിനകം തന്നെ നിരവധി ആളുകൾ ഇസ്ലാമിന്റെ ശാശ്വത തീരത്തേക്ക് നടന്നെടുത്തു. ജീർണതയുടെ കരിമ്പടം പുതച്ച് അധാർമികതയുടെ അഗാധതയിൽ ജീവിക്കുന്ന ആയിരങ്ങൾ ധർമ്മബോധത്തിന്റെ സുന്ദര തീരത്തേക്ക് തുഴഞ്ഞെടുത്തു. ഉസ്താദിന്റെ പഠന പ്രഭാഷണങ്ങൾ ശ്രവിക്കാൻ എത്തുന്ന ആയിരങ്ങളിൽ നല്ലൊരു ശതമാനവും സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന മഹല്ല് ഖത്തീബുമാരടക്കമുള്ള ദീനീ സ്നേഹികളാണ്. എന്തുകൊണ്ട്? ജനലക്ഷങ്ങൾക്കറിയാം ഉസ്താദിന്റെ നാവിലൂടെ ഒഴുകിയെത്തുന്നത് അറിവിന്റെ ബഹറാണെന്ന്. ദീനിനോ സമൂഹത്തിനോ നല്ലതല്ലാത്ത ഒരു വാക്കുപോലും ഉസ്താദിന്റെ ക്ലാസ്സിൽ മുഴങ്ങിയിട്ടില്ല. ഇത് പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന കുപ്രചരണങ്ങൾ കുലത്തൊഴിലാക്കിയ കള്ള നാണയങ്ങൾക്ക് ദഹിച്ചില്ല. കാരണം എന്തുകൊണ്ട്? അസൂയയും